കഷ്ടതയും മുറവിളിയും സങ്കടവും ദുഃഖവും നെടുവീർപ്പും ഒന്നുമില്ലാത്ത വളരെ സന്തോഷകരമായ ഒരു ലൈഫാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനമാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഈ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം മുഴുവനും കാത്തിരിക്കുന്ന ഒരു പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവ്. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് വാസ്തവമായി എന്തിനാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനൊരൊറ്റ മറുപടിയുള്ളൂ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി തൻ്റെ ചുമലിൽ ആ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് താൻ ക്രൂശിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ക്രൂശീകരണം നടക്കുവാൻ ഏകയാഗമായി താൻ മരിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തൻ്റെ ദൈവികത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യരൂപമെടുത്ത് വന്നത്. ആ കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം യേശുക്രിസ്തു തൻ്റെ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി 3-ാം നാൾ താൻ ഉയർത്ത് എഴുന്നേറ്റു. അവിടെ അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് ചരിത്രം തെളിയിക്കുന്ന സത്യമാണ്. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായത് തരം തിരിച്ചത് തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനും അംഗീകരിച്ചേ മതിയാകൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ രണ്ടാമതും മടങ്ങി വരും. അത് നമ്മളെല്ലാവരും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശീകരണം നടക്കാൻ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുവാനായിട്ടാണ് വന്നത്. എന്നാൽ ഇനി രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വീണ്ടും വരുന്നത് തൻ്റെ മരണത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വന്നു എന്ന് വിശ്വസിക്കുന്നവരെ, ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനത്തെ ചേർക്കാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും രണ്ടാമത് വരുന്നത്. അപ്പോൾ അത് എന്ന് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. വ്യക്തമായി തെളിവ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. കർത്താവ് മടങ്ങി വരും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ സമയങ്ങളോ കാലങ്ങളോ നമുക്കറിയില്ല. എന്നാൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. അതായത് കർത്താവിൻ്റെ വരവിന് മുമ്പുണ്ടാകുന്ന ഈ ലോകത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവ് വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ ഇതാണെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും മടങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതൊരു പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ആയിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് ജനത്തോട് പ്രോമിസ് ചെയ്തിട്ട് പോയ കാര്യമാണ് ഞാൻ വീണ്ടും വരും എന്നുള്ളത്. അപ്പോൾ കർത്താവ് വീണ്ടും വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത്? ആരാണ് നിത്യതയിലേക്ക് പോകുന്നത്? ആരാണ് യേശുക്രിസ്തുവിനോട് കൂടെ ആ നിത്യമായ സ്വർഗത്തിൽ വാസം ചെയ്യുന്നത്? അത് മറ്റാരുമല്ല, ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുകയും അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നീതീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു മാനസാന്തരം നടത്തുന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ആ ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ വസിക്കുന്ന ആ വ്യക്തി പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം വിശുദ്ധ ബൈബിൾ പറയുന്ന
കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളെ ചേർക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുന്നത്. മടങ്ങി വന്ന് കർത്താവ് നമ്മളെ ചേർത്ത്, കർത്താവ് ഇരിക്കുന്ന എഴുക്കൽ നമ്മൾക്ക് ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആമേൻ, ഇന്ന് ഈ ലോകത്തിൽ കാണുന്നത് പോലെയല്ല അവിടുത്തെ വാസം എന്ന് പറയുന്നത്. അവിടെ കണ്ണുനീരില്ലാത്ത വാസമാണ്. കഷ്ടതയും മുറവിളിയും സങ്കടവും ദുഃഖവും നെടുവീർപ്പും ഒന്നുമില്ലാത്ത വളരെ സന്തോഷകരമായ ഒരു ലൈഫാണ് ദൈവം നമുക്ക് വേണ്ടി അവിടെ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഇത് ലഭിക്കുന്നത്? ഭൂമിയിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് മരിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവർക്കാണ് നിത്യത ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ്, മറ്റൊരുത്തനും രക്ഷയില്ല. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ എല്ലാ മനുഷ്യനും ദൈവം സൗജന്യമായി തന്നിരിക്കുകയാണ്. ഈ രക്ഷ ഏറ്റ് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് പോകുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.